മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആര്യൻ, നിവിൻ, ആദില, നമ്മുടെ അക്ബർ ഇവരിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആദില സംസാരിക്കാൻ വന്നത് അക്ബറിൻ്റെ പാവ അടിച്ചു മാറ്റിയത് ആദിലയാണെന്നല്ല ആദില തുറന്ന് പറയാണ്. ആദില പറയാണ്, ഇക്ക ഞാനാണ് ആ പാവ എടുത്തത്. ഇക്ക എൻ്റെ സൈഡിൽ വന്ന് നിന്നിട്ട് എൻ്റെ മേത്തോട്ട് ഉന്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം കയറി. ആ ഒരു ദേഷ്യം കയറിയതിൻ്റെ പുറത്തായിട്ടാണ് ഇക്കാൻ്റെ പാവകൾ ഞാൻ അടിച്ചു മാറ്റിയത്. അനുമോൾക്കോ അല്ലെങ്കിൽ നൂറയ്ക്കോ അതിൽ യാതൊരുവിധ പങ്കുമില്ല. അനുമോൾ കഷ്ടപ്പെട്ടെടുത്ത പാവ തന്നെയാണ് അത് അനുമോളുടെ കയ്യിലുണ്ടായിരുന്നത്. അക്ബറും ആര്യനും അനുമോളെ പറയുന്നുണ്ടായിരുന്നു, അനുമോളാണ് പാവേനെ അടിച്ചു മാറ്റിയത്. അനുമോൾക്ക് അത്രയും രാവിലെ തൊട്ട് അനുമോൾ അത്രയും കരഞ്ഞ് കഷ്ടപ്പെട്ട് ടാസ്കുകളിൽ അത്രത്തോളം നെവിനും അക്ബറൊക്കെ അനുമോളെ ടാർഗറ്റ് ചെയ്തെങ്കിലും അനുമോൾ പൂർവാധികം ശക്തിയോടെ പിടിച്ചു നിന്നിട്ട് 2ാം സ്ഥാനത്ത് അനുമോൾ എത്തിയിട്ടുണ്ട്. അനീഷേട്ടനും അനുമോൾക്കാണ് 2ാം സ്ഥാനം. അക്ബറിൻ്റെ പാവ കൊടുത്തതുകൊണ്ടാണ് ആര്യന് ഫസ്റ്റ് പ്ലേസിലായിട്ട് എത്തിയത്. അനുമോൾ അത് സ്വന്തമായി കളിച്ച് നേടിയത് തന്നെയാണെന്ന് ആദില പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നീ ആ പാവ തിരിച്ചു കൊടുക്കാത്തത്? ഞാൻ ആ പാവ തിരിച്ചു കൊടുക്കാമെന്ന് നെവിൻ പറയുന്നുണ്ട്. നെവിൻ 3 പാവേനെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് അക്ബറിനോട് പറഞ്ഞതാണ്. എനിക്ക് വാശി കയറിയതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തതെന്ന് ആദില പറയുന്നുണ്ട്. അക്ബറിനോട് ആദില പറയുന്നുണ്ട്, ഇക്ക 20 എണ്ണമൊന്നും അത് ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു 7 എണ്ണല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് ആദില. അപ്പോഴേക്ക് അക്ബർ പറയുന്നുണ്ട്, നീ അതൊന്നും പറയരുത്, അത്ര എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, 10 എന്താണെങ്കിലും കൂടുതൽ ആ പാവകൾ ഉണ്ടായിരുന്നു, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും 7 എണ്ണമാണ് എടുത്തത്, 3 എണ്ണം ഇവനും എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല എന്ന് ആദില പറയുന്നുണ്ട്. അക്ബർ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അക്ബറിന് നല്ലൊരു അവസരമാണ് നീ കളഞ്ഞു കുടിച്ചത്. അക്ബറിന് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടാനുള്ള എല്ലാ ചാൻസ് അതാണ് നീ നശിപ്പിച്ചതെന്ന് നെവിൻ ആദിലയോട് പറയുന്നുണ്ട്. എന്താണെങ്കിലും സത്യം പുറത്തു വന്നിരിക്കുകയാണ്, അനുമോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല.